റൺ കേരള റണ്ണിലൂടെ ചരിത്രം കുറിച്ച കേരളം സംസ്ഥാനമൊട്ടാകെ 1 കോടിയിൽ പരം ജനങ്ങളാണ് കൂട്ടയോട്ടത്തിൽ പങ്കാളികളായത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന കൂട്ടയോട്ടത്തിന് സച്ചിൻ ടെണ്ടുൽക്കർ നേതൃത്വം നൽകി. രാവിലെ മുതൽ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി തുടങ്ങി. 10:15 മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂട്ടയോട്ടം ആരംഭിക്കുന്ന പോയിന്റിലെത്തി. തൊട്ടുപിന്നാലെ ഗവർണറും ഭാര്യ സരസ്വതി സദാശിവവും എത്തി. സച്ചിൻ ടെണ്ടുൽക്കർ എത്തിയതോടെ ജനങ്ങൾ ആവേശത്തിൽ മതിമറന്നു. 10:30 ഗവർണർ പി സദാശിവം കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. പിന്നെ സച്ചിന് പുറകെ കേരളം മുഴുവൻ ഓടി. ഒരു ഘട്ടത്തിൽ ജനങ്ങളുടെ ആവേശം പോലീസിനും നിയന്ത്രിക്കാനായില്ല. വടക്കേ ഗേറ്റിലെത്തിയ സച്ചിൻ പിന്നീട് വാഹനത്തിൽ പൊതുയോഗം നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക്. സച്ചിൻ വേദിയിലെത്തിയതോടെ വീണ്ടും നിലയ്ക്കാത്ത ആരവം. കേരളം ഒന്നിച്ചു നിന്നാൽ എന്തും സാധ്യമാകും എന്നതിന്റെ തെളിവാണ് ഈ ജനപങ്കാളിത്തമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതിന്റെ വിജയം നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നു. കേരളം മനസ്സുവെച്ചാൽ നമുക്കെന്തുമാകാം, എവിടെയും എത്താം. തൊട്ടു പിന്നാലെ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഊഴം. കേരളത്തിലെ ജനങ്ങളുടെ ഈ ആവേശം അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് സച്ചിൻ പറഞ്ഞു. നമസ്കാരം. The reaction was simply amazing. They've never experienced this kind of support. It is not my team, it is our team. സംസാരിച്ചതിന് ശേഷം ഓട്ടത്തിൽ പങ്കെടുത്തവർക്കൊപ്പം ഒരു സെൽഫി കൂടി പകർത്തിയ ശേഷമാണ് സച്ചിൻ വേദിയിൽ നിന്ന് മടങ്ങിയത്. സച്ചിനൊപ്പം കേരളം ഓടിയപ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള കൂട്ടയോട്ടമായി മാറി. ഇനി സിരയെ ത്രസിപ്പിക്കുന്ന ആ കായിക ദിനങ്ങൾക്കായി കാത്തിരിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ.